ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ശരിക്കും പേരൻറ്റിങ് എത്ര വാസ്റ്റാണെന്ന് തന്നെ മനസ്സിലാക്കി തന്നത് എൻ്റെ മോളാണ്. എല്ലാ കുട്ടികളെയും പോലെ ആൾക്കും ലേശം കൗതുകം കൂടുതലായതുകൊണ്ട് പല പല പരീക്ഷണങ്ങളും ആൾ വീട്ടിൽ നടത്താറുണ്ട്. പലതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വലുതായതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല, ആദ്യമായിട്ട് പേരൻസ് ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പതർച്ച ഉണ്ടാവും. അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് കാര്യമായിട്ട് അറിയില്ല. പല ഇമോഷൻസും കൗതുകങ്ങളും ഒക്കെ അവർ പ്രകടിപ്പിക്കുമ്പോൾ നമുക്കതൊക്കെ കുരുത്തക്കേടായിട്ടാണ് തോന്നാറ്. ശരിക്കും അവിടെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. നമ്മളും അവരും ഒരു കാര്യം ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവരവരുടെ ചൈൽഡ്ഹുഡും നമ്മൾ നമ്മുടെ പേരൻറ്ഹുഡും. ഈ രണ്ട് കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് പോയാലേ നമ്മുടെ പേരൻറ്റിങ്ങും അതുപോലെ അവരുടെ ചൈൽഡ്ഹുഡും ഒക്കെ സ്മൂത്ത് ആവുള്ളൂ. സോ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പേരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോടെ. ഇനിയിപ്പോൾ പേരൻറ്റിങ്ങിൽ എന്താണ് പഠിക്കാനുള്ളത്, അതൊക്കെ നാച്ചുറലായിട്ട് അങ്ങ് ചെയ്യേണ്ട കാര്യമല്ലേ എന്നാണെങ്കിൽ നമുക്ക് ലൈഫിൽ സ്മൂത്ത് ആക്കാൻ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. പാരൻറ്റിങ്ങിൻ്റെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് തന്നെ മോഡലിംഗ് ആണ്. കുട്ടികൾ മോഡലാക്കുന്നത് അവരുടെ പേരൻസിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരിൽ ആഗ്രഹിക്കുന്ന എന്ത് ക്വാളിറ്റിയും നമ്മളിൽ തന്നെ ആദ്യം ഉണ്ടാകണം. അതിൽ നമ്മുടെ ശീലങ്ങൾ, അച്ചടക്കം, പെരുമാറ്റം, അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ കുട്ടികൾ കോപ്പി ചെയ്യും. ശരിക്കും നമ്മൾക്കില്ലാത്ത ശീലങ്ങളാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നതെങ്കിൽ അവർക്കത് ഭയങ്കര കൺഫ്യൂഷനാകും. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലുപരി അവർ കാണുന്നതാണ് അവർ അനുകരിക്കുന്നത്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കുട്ടികളോടത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പറയുമ്പോൾ അവർക്കത് കൺഫ്യൂഷൻ ആവും. കാരണം അവർ കാണുന്നത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത നമ്മളെയാണ്. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാകണം പേരൻറ്റിങ്ങിലൂടെ മാറ്റങ്ങൾ. പേരൻറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എമ്പതി. കുട്ടികളോട് നമുക്കൊരു കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എമ്പതി എന്നൊരു മാർഗ്ഗമാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ഞാൻ എൻ്റെ മോളോട് പലതവണ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും കുട്ടി ഒന്നിൽ ഓവറായിട്ട് ഇമോഷണൽ ആവുക അല്ലെങ്കിൽ സ്റ്റക്ക് ആവുക ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പലതും പരീക്ഷയ്ക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത് എമ്പതിയാണ് ഇവർക്ക് വേണ്ടത്. അതിപ്പോൾ അവരുടെ ടാങ്ക്ഡ്രംസ്, അതായത് നിർബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതല്ല അവർ വളരെ കാമായിട്ടിരിക്കുമ്പോഴും എപ്പോഴും നമുക്ക് എമ്പതി കൊണ്ട് മാത്രമേ അവരെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ മനസ്സിലാക്കി കൊടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നല്ല. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു മോഡലാവുക. കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലുപരി അവർ കണ്ടു പഠിക്കുന്നതാണ് എഫക്റ്റീവ് ആവുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. കുട്ടികളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അത് ഏത് സന്ദർഭങ്ങളിലായാലും. പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴി പല തെറ്റിദ്ധാരണകളും പല കൺഫ്യൂഷൻസും കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയും. ഓരോ കുഞ്ഞുങ്ങളും യുണീക്കാണ്. അവർക്കെല്ലാവർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളും ഓരോ സ്വഭാവങ്ങളും ഓരോ ടേസ്റ്റുമാണുള്ളത്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മറ്റു കുട്ടികളുമായിട്ട് നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യില്ല. നമ്മളിൽ പലരും കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള കമ്പാരിസനൊക്കെ കേട്ടായിരിക്കും വളർന്നിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്താണ് ആ ഒരു കമ്പാരിസൺ കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് എന്ന്. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല, ദോഷങ്ങളുണ്ട് താനും. കുട്ടികൾക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ്, മറ്റു കുട്ടികളാണ് ബെസ്റ്റ് എന്ന ചിന്ത, സെൽഫ് കോൺഫിഡൻസ് ലോ ആവുക, ഇതൊക്കെ ഇതിന് കാരണമാവും. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള പേരൻസിലെ ഓരോ മൊമെൻറ്റ്സിനെയൊക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കുക. അതിൽ നല്ലതും ഉണ്ടാവും, മോശവും ഉണ്ടാവും. പക്ഷേ ഇന്ന് നമുക്കത് വേർതിരിച്ചറിയാൻ കഴിയും. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കുട്ടിക്ക് കൊടുക്കാം. പേരൻറ്റിങ്ങിൽ ശക്തമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലും പൂർണ്ണമായിട്ടുള്ള നിരാകരിക്കലും അല്ല വേണ്ടത്. ഇതിന് രണ്ടിലും ഇടയിൽ നിന്ന് നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ എൻകറേജ് ചെയ്യാൻ കഴിയണം. ഇതൊന്നും പറയുന്നത് പോലെ എളുപ്പമല്ല. അതുപോലെ ഈ വിഷയം വളരെ വലുതുമാണ്. സോ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടി ഒന്ന് പരിഗണിക്കാം.